നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനു ജനാർദ്ദനൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ഉപ്പുപാടം നേരിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ ദിവസവും ആഹാരത്തിൽ ഉപയോഗിക്കുന്ന ഉപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് ഉപ്പുപാടങ്ങളിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. ഇതിൻ്റെ വിശേഷങ്ങൾ നേരിട്ട് തന്നെ കാണാം. ഉപ്പുപാടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്നത്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ വെള്ളപ്പാടങ്ങൾ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ഭാഗങ്ങളോട് ചേർന്നുള്ള പ്രധാനപ്പെട്ട ഉപ്പുപാടങ്ങളാണിത്. നമ്മുടെ ഇന്ത്യയിൽ ഗുജറാത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉത്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്. പലർക്കും ഒരു സംശയമുണ്ടാകാം, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതറിയാൻ ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഉപ്പ് ഉണ്ടാക്കാനായി ആദ്യമായി കടലിൽ നിന്നും വെള്ളം ചെറിയ കനാലുകൾ വഴി വലിയ പാടങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നു. അങ്ങനെ എത്തിക്കുന്ന കടൽ വെള്ളത്തിൻ്റെ വലിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാടങ്ങളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം നല്ല ഉച്ചവെയിലത്ത് അല്പാൽപമായി വറ്റിക്കൊണ്ടേയിരിക്കും. വെള്ളം നീരാവിയായി പോകുമ്പോൾ ബാക്കിയാവുന്നത് വെളുത്ത മുത്തുകൾ പോലെയുള്ള ഈ ഉപ്പാണ്. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ തൊഴിലാളികൾ ഈ ഉപ്പ് വലിയ തൂമ്പുകൾ കൊണ്ട് വകഞ്ഞു കൂട്ടും. ഇതിനെ വലിയ കണ്ടെയ്നറുകളിൽ ആക്കി ഫാക്ടറികളിലേക്ക് എത്തിച്ച് നന്നായി കഴുകി ശുദ്ധീകരിക്കും. ഇതിൽ അയോഡിൻ എന്ന മറ്റൊരു രാസപദാർത്ഥം കൂടി ചേർത്തതിന് ശേഷമാണ് പാക്കറ്റുകളിൽ ആക്കി നമ്മുടെ കടകളിലെത്തുന്നത്. എത്രത്തോളം കഠിനമായ വെയിലുണ്ടോ അത്രയും വേഗത്തിൽ ഉപ്പ് കിട്ടും. അതുകൊണ്ട് തന്നെ വേനൽക്കാലമാണ് ഇവരുടെ പ്രധാന സീസൺ. നമ്മുടെ ഇന്ത്യ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ ഉപ്പ് ഉത്പാദക രാജ്യമാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, പിന്നെ ഈ കാണുന്ന തമിഴ്നാട്, ഇവിടെ നിന്നൊക്കെയാണ് ഇന്ത്യയിൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. വെറുമൊരു കാഴ്ചയല്ല ഇത്. കഠിനമായ വെയിലത്ത് പണിയെടുക്കുന്ന ഒരുപാട് മനുഷ്യരുടെ അധ്വാനം കൂടിയാണ്. നമ്മുടെ കേരളത്തിലും വലിയൊരു കടൽ തീരമുണ്ടല്ലോ, പിന്നെന്താ അവിടെ ഇങ്ങനെയുള്ള ഉപ്പുപാടങ്ങൾ കാണാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, കാലാവസ്ഥ. ഉപ്പുണ്ടാക്കാൻ നല്ല കഠിനമായ വെയിലും മഴ വളരെ കുറവുള്ള സ്ഥലവും വേണം. കേരളത്തിൽ വർഷത്തിൽ പകുതിയിലധികം സമയവും മഴ ലഭിക്കുന്നതുകൊണ്ട് ഉപ്പ് ഉണക്കിയെടുക്കുവാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടാണ്. എന്നാൽ തമിഴ്നാട്ടിലെ ഈ ഭാഗങ്ങളിൽ മഴ വളരെ കുറവായതുകൊണ്ട് ഉപ്പ് നിർമ്മാണത്തിന് അനുകൂലമായ സാഹചര്യമാണ്. രണ്ടാമത്തെ കാരണം ഇവിടുത്തെ ഭൂപ്രകൃതിയും കായൽ സാമീപ്യവുമാണ്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഉപ്പുവെള്ളത്തോടൊപ്പം ശുദ്ധജലം കലരാനുള്ള സാധ്യത കൂടുതലാണ്. കടൽ വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ലാഭകരമായി ഉപ്പ് ഉത്പാദിപ്പിക്കാൻ കഴിയൂ. ഗുജറാത്ത്, തമിഴ്നാട്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ കഠിനമായ ചൂടും പ്രത്യേകതരം മണ്ണുമാണ് ഇന്ത്യയെ ഉപ്പ് ഉത്പാദനത്തിൽ മുന്നിലെത്തിക്കുന്നത്. നമ്മുടെ മലബാറിലും പണ്ട് ധാരാളം ഉപ്പുപാടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു, പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗങ്ങളിൽ. പക്ഷേ ബ്രിട്ടീഷ് ഭരണകാലത്തെ നിയമങ്ങളും നമ്മുടെ കാലാവസ്ഥയിലെ മാറ്റങ്ങളും കാരണം പതുക്കെ കേരളത്തിലെ ഉപ്പ് ഉത്പാദനം നിലച്ചു പോവുകയായിരുന്നു. ഈ ഉപ്പുപാടത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മടിക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം, ബായ്.